മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുലരി കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഓരോ പ്രഭാതവും ദൈവസ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതലിൻ്റെ ഒരു ഉണർത്തുപാട്ടാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മഹനീയ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ നമുക്ക് വാഴ്ത്തി പ്രകീർത്തിക്കാം. ഈ പ്രപഞ്ചവും അതിലുള്ളതും സർവ്വസസ്യങ്ങളും ജീവജാലങ്ങളും ദൈവമായ കർത്താവിനെ, സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുന്ന, വാഴ്ത്തുന്ന മഹനീയ നിമിഷങ്ങളാണ് ഈ പ്രഭാതത്തിൻ്റെ നിമിഷങ്ങൾ. ഈ പ്രപഞ്ചത്തോട് മുഴുവൻ ചേർന്ന് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടികളുടെ മകുടമായ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച് സർവ്വതും ദാനമായി നമുക്ക് നൽകിയ ആ ദൈവത്തിൻ്റെ കാരുണ്യത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഈ ദിനത്തെ വലിയൊരു അനുഗ്രഹമാക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിൽ വലിയ അഭിഷേകമായി, അനുഗ്രഹമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ഈ നിമിഷം നമ്മെ ഓരോരുത്തരെയും സമർപ്പിക്കാം. രാപകൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന, ഇതിനോട് സഹകരിക്കുന്ന എല്ലാവരെയും പ്രത്യേകമായി അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവ്വം നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കുന്ന വചനം ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാൻ, ആ വചനത്തിന് വിശ്വാസത്തോടെ ആ വചനങ്ങളെ ബോധ്യങ്ങളായി സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കുക. അതിന് നമ്മെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കും അഭിഷേകത്തിനുമായി നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ സകല ജ്ഞാനവും അറിവും പരിശുദ്ധാത്മാവേ നിന്നിലാണല്ലോ നിഗൂഢമായിരിക്കുന്നത്. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ മക്കളായ ഞങ്ങളിലേക്ക്, പ്രിയ ശിഷ്യന്മാരിലേക്ക് എന്ന പോലെ, ആദിമ പന്തക്കുസ്തായിൽ എന്ന പോലെ നിൻ്റെ കൃപകളെ, നിൻ്റെ അഭിഷേകത്തെ നീ അയക്കണമേ, വർഷിക്കണമേ. ഒരു പുത്തൻ ഉണർവിലേക്ക് പരിശുദ്ധാത്മാവേ ഈ തിരുവചനങ്ങളിലൂടെ അവിടെ ഞങ്ങൾ ഓരോരുത്തരെയും കരം പിടിച്ച് ആനയിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി മദ്യത്തിനും ലഹരിക്കും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ദൈവത്തിൻ്റെ ദാനമായ ജീവിതത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം കർത്താവിൻ്റെ കരുണാകരങ്ങളിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. എത്രയോ മക്കളാണ് മദ്യത്തിൻ്റെയും അതുപോലെ മയക്കുമരുന്നിൻ്റെയും ഒക്കെ ലഹരികളിലൂടെ ജീവിതത്തിൽ ദൈവം അവർക്കായി ഒരുക്കിയ അനന്തമായ സ്നേഹ പദ്ധതികളെ എല്ലാം തകർത്തെറിഞ്ഞ്
ദൈവത്തിൽ നിന്ന് അകന്നുപോയി മാതാപിതാക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, നാടിന്, പ്രിയപ്പെട്ടവർക്ക് ഒക്കെ വലിയ വേദനയായി, ദുഃഖമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ മക്കൾക്കും മാനസാന്തരത്തിൻ്റെ കൃപ, ഒരു മടങ്ങിവരവിൻ്റെ കൃപ കർത്താവെ നൽകണമേ എന്ന് ഈ ദിനം പ്രത്യേകം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി ദൈവം നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് തിരുവചനങ്ങൾക്കായി കാതോർക്കാം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനനിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടി നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന മുന്തിരിച്ചെടിയുടെ മനോഹര ഉപമയാണ് ഈ പ്രഭാതത്തിൽ ഈ നിമിഷങ്ങളിൽ നമ്മൾ ശ്രവിച്ചത്. ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള, ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് ഒരുപാട് വിചിന്തനങ്ങളൊക്കെ കേട്ടിട്ടുള്ള വ്യക്തികളാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ഓരോ നിമിഷവും അത് ദൈവം നമുക്ക് നൽകുമ്പോൾ അത് നൂതനമായ, നവ്യമായ ഒരു അനുഭവം ദൈവം തീർച്ചയായും നമുക്ക് നൽകും. ആ വലിയ പ്രത്യാശയോടെ നമുക്ക് ഈ തിരുവചനത്തിൻ്റെ ആന്തരിക സന്ദേശത്തെ ഉൾക്കൊള്ളാൻ, സ്വന്തമാക്കാൻ പ്രാർത്ഥനയോടെ ആയിരുന്ന വചനം കേൾക്കാം. കർത്താവ് വചനത്തിൽ നമ്മോട് ഇപ്രകാരം പറയുകയാണ്: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങളതിലെ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. അങ്ങനെ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുക എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. നാം ഓരോരുത്തരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വലിയൊരു തിരിഹിതം ഈ ഉപമയിലൂടെ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഒരുപക്ഷെ ഞാനും നിങ്ങളും ഇനിയും ജീവിതത്തിൽ അത്ര കണ്ട് ഗൗരവപ്പെടാത്ത ഒരു മേഖലയാണ് ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുക. ഞാനും നിങ്ങളൊക്കെ തമ്പുരാൻ്റെ സന്നിധിയിൽ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലുള്ള പ്രാർത്ഥനയുടെ ഉദ്ദേശം എന്താണ്? നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നത് ദൈവം നമുക്ക് തരണം. അങ്ങനെ നമ്മൾ കൂടുതൽ അനുഗ്രഹീതരാകണം. ഇതാണ് നമ്മളുടെ മനസ്സിലുള്ള ചിന്ത മുഴുവൻ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് പറയുകയാണ്, ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് കൃപകളെ പ്രാപിക്കുന്ന ഞാനും നിങ്ങളും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നൊരു കാര്യം, ദൈവത്തിനായി, ദൈവമഹത്വത്തിനായി നമ്മൾ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകണം എന്നാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്നു, അത് സ്വന്തമാക്കുന്നു. ഇതൊക്കെ പ്രാർത്ഥനാ ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ അതിൻ്റെയൊക്കെ മറുവശത്ത് ദൈവത്തിനായി നിലനിൽക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവത്തെ മഹത്വപ്പെടുവാനുള്ള വലിയൊരു വിളി ദൈവമായ കർത്താവ്
മുന്തിരിച്ചെടിയിലെ ശാഖകൾ എന്ന കണക്കിൽ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. പലപ്പോഴൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഭവനങ്ങളിൽ വീടിൻ്റെ മുറ്റത്തെപ്പോഴൊരു മാവുണ്ടാവും. പ്രിയമുള്ളവരെ, വേനൽക്കാലമാകുമ്പോൾ ഏപ്രിൽ മെയ് മാസം മാർച്ച് മുതലുള്ള മാസങ്ങളൊക്കെ ആകുമ്പോഴേക്കും മാവുകളൊക്കെ പൂത്ത് കുഞ്ഞ് മാങ്ങകൾ രൂപപ്പെടാൻ തുടങ്ങും. പലപ്പോഴും വീടിൻ്റെ ഉമ്മറത്തിരുന്ന് മുറ്റത്ത് നിൽക്കുന്ന മാവിലേക്ക് നോക്കി പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടാവും. നമ്മൾ പറയും, ദേ കണ്ട ആ മാവിൻ്റെ ആ കൊമ്പിൽ നോക്കി, കൊമ്പൊടിയും കണക്ക് മാങ്ങയാണ് ഈ വർഷം. ഒരു വർഷവും മാവിൽ ഈ കൊമ്പിൽ ഇതുപോലെ മാങ്ങയുണ്ടായിട്ടില്ല. എന്നാൽ അതേ മാവിൽ ഒരു മാങ്ങ പോലും ഇല്ലാത്ത കൊമ്പുകളും നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് പറയുന്ന വചനം എത്ര പ്രസക്തമാണെന്ന് ഇങ്ങനെയുള്ള നമ്മുടെ അനുദിന ജീവിതത്തിൻ്റെ ഈ പ്രപഞ്ചത്തിലെ അനുഭവങ്ങൾ കൃത്യമായി നമുക്ക് തീർച്ചയായും നൽകുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരേ മാവിലെ ഒരു കൊമ്പിൽ നിറയെ മാങ്ങകൾ ആ കൊമ്പ് സമ്മാനിക്കുമ്പോൾ അതേ മാവിൽ മാങ്ങകളൊന്നുമില്ലാതെ വെറുതെ നിൽക്കുന്ന ശാഖകളും, കർത്താവിൻ്റെ ഈ മുന്തിരിത്തോട്ടത്തിൽ വച്ചുപിടിപ്പിക്കപ്പെട്ട മുന്തിരിച്ചെടികളാകുന്ന തായ്തണ്ടായ ക്രിസ്തുവിനോട് ആത്മാവിൽ ചേർക്കപ്പെട്ടവരായ നമ്മൾ ഓരോരുത്തരുമാകുന്ന ശാഖകളിൽ നിന്ന് ദൈവം നോക്കുന്നത്, നമ്മെയും നോക്കുന്നത് ഇതുപോലെ തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങ് സ്വർഗത്തിൻ്റെ ഉയരങ്ങളിൽ നിന്ന് ദൈവം ഈ ഭൂമിയിലേക്ക് തൻ്റെ ശാഖകളിലേക്ക് ക്രിസ്തുവാകുന്ന തൻ്റെ പ്രിയപുത്രനാകുന്ന തായ്തണ്ടിനോട് ജ്ഞാനസ്നാനത്തിലൂടെ വിശ്വാസത്തിലൂടെ ചേർക്കപ്പെട്ട ശാഖകളായ നമ്മിൽ ദൈവം ഫലം അന്വേഷിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, മുറ്റത്തിരുന്ന് നമ്മുടെ വീട്ടുമുറ്റത്തെ മാവിലേക്ക് നോക്കി പറയും പോലെ ദൈവത്തിന് നമ്മെക്കുറിച്ച് പറയാൻ കഴിയുമോ? ഓ ദൈവമേ, ഈ ശാഖയിൽ എത്രയോ അധികം മാങ്ങയാണ്, കൊമ്പൊടിയും പോലെ മാങ്ങയാണ് എന്ന കണക്കിൽ നമ്മെ നോക്കി ദൈവത്തിന് പറയാൻ സാധിക്കുമോ? പ്രിയമുള്ളവരെ, ഒരു വലിയ ആത്മപരിശോധന ഈ മേഖലയിൽ നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിക്കാവുന്ന ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് വാങ്ങി മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിന് നൽകാൻ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഫലങ്ങളെക്കുറിച്ചുള്ള ആ വലിയ ബോധ്യം, ചിന്ത പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ജീവിത വഴികളിൽ കർത്താവിനെ കണ്ടെത്തിയ അനേകം മക്കളുടെ ജീവിതത്തിൽ പോലും കുറേ കഴിയുമ്പോൾ ഒരു ആത്മീയ വിരസത, ഒരു ആത്മീയ ജീവിതത്തിൽ ഒരു ഉണർവില്ലാത്ത അവസ്ഥ, ഇനി എന്തു ചെയ്യണം എന്നൊരു വ്യക്തമായ ദർശനം, കാഴ്ചപ്പാടില്ലാത്ത അവസ്ഥ ഒക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ പറയും, ആ ദൈവത്തിനായി അനുദിനം ഫലം നൽകേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന ആ വലിയ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. ദൈവം എന്നിലേക്ക്, നിങ്ങളിലേക്ക്, നമ്മിലേക്ക് ദൈവം കൃപയൊഴുക്കുന്നത് വെറുതെയല്ല, മറിച്ച് ദൈവം കൃപയൊഴുക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് പ്രതീക്ഷകളുണ്ട്. നമ്മിൽ നിന്ന് നന്മയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ ഒക്കെ ഒരുപാട് നന്മകൾ നമ്മിലൂടെ മറ്റുള്ളവർക്ക് കാണാനും അനുഭവിക്കാനും സ്വന്തമാക്കാനും ഇടവരണമെന്ന വലിയ ആഗ്രഹത്തിൽ നിന്നാണ് ദൈവം നമ്മിലേക്ക് കൃപയൊഴുക്കുക. ഇല്ലാതെ വെറുതെ ദൈവം ഒരാളിലേക്ക് പോലും കൃപയൊഴുക്കുന്നവനല്ല. ദൈവം കൃപയൊഴുക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം, ലൂക്കാ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 6-ാം വാക്യം മുതൽ ഉള്ള വചനങ്ങളിൽ ദൈവമായ കർത്താവ് ഈശോ ശിഷ്യന്മാരോട് വയലിലൂടെ കടന്നു പോകുമ്പോൾ വഴിയിൽ നിൽക്കുന്ന അത്തിവൃക്ഷത്തെ കണ്ട് അതിൻ്റെ ആ നിൽപ്പും മട്ടും മാതിരിയൊക്കെ കണ്ടപ്പോൾ ഈശോയ്ക്ക് തോന്നി, തീർച്ചയാണ് ഇതിൽ ഫലമുണ്ടാകും. വിശന്ന ഈശോ ഫലമന്വേഷിച്ച് ആ വൃക്ഷത്തിനടിയിൽ ചെന്ന് നോക്കുമ്പോൾ ഇലക്കൊഴുപ്പല്ലാതെ ഒരു ഫലം പോലും ആ വൃക്ഷത്തിൽ കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഈശോ ആ വൃക്ഷത്തെ ശപിക്കുക. ഇനി ആരും നിന്നിൽ നിന്ന് ഫലം പറിച്ചു തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വൃക്ഷത്തെ ശപിക്കുകയാണ്. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം ശിഷ്യന്മാർ അതേ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ആ മരം ഉണങ്ങി നിൽക്കുന്നത് കണ്ടു. ഈശോയെ ശ്രദ്ധ ക്ഷണിച്ചു, കർത്താവെ, നീ ശപിച്ച ആ വൃക്ഷം ഉണങ്ങിപ്പോയിരിക്കുന്ന നീ കാണുന്നില്ലേ? പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പലപ്പോഴും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഇല്ലാത്ത പ്രായത്തിൽ 40 വയസ്സിലും 35 വയസ്സിലും 50 വയസ്സിലും 55 വയസ്സിലൊക്കെ പ്രിയപ്പെട്ടവരെ തനിച്ചാക്കി, കുഞ്ഞുമക്കളെ തനിച്ചാക്കി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്ന പലരെ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ വചനം വളരെ ശക്തമായി ഓർമ്മയിൽ വരാറുണ്ട്. ദൈവവചനത്തിലൂടെ സംസാരിക്കാറുണ്ട്. പലപ്പോഴും ദൈവദാനമായി നൽകിയ ജീവിതത്തിൽ ദൈവത്തിനായി ഫലം പുറപ്പെടുവിക്കേണ്ടതിനെക്കുറിച്ച് ഒരു ചിന്തയില്ലാതെ ജീവിച്ച മനുഷ്യൻ, ആ ശവമഞ്ചത്തിനരികിൽ നിന്ന് ഭാര്യയോ മക്കളോ സഹോദരങ്ങളോ മാതാപിതാക്കളോ
പ്രിയപ്പെട്ടവരൊക്കെ വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ആ നിലവിളിയൊക്കെ അർത്ഥരഹിതമാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം എന്താണ് പ്രിയമുള്ളവരെ? എല്ലാവർക്കും ദൈവം നൽകുന്ന പോലൊരു ജീവിതം ആ മകനും നൽകി. പക്ഷേ ദൈവത്തിൽ നിന്ന് കൃപകൾ സ്വീകരിച്ചിട്ട് ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുവിനോട് ചേർക്കപ്പെടാൻ ദൈവം ഇടവരുത്തിയിട്ട് ഓരോ കുദാശകളിലൂടെ കൃപകളെ സ്വീകരിക്കാൻ ദൈവം അതിനുള്ള എല്ലാ വഴികളും മാർഗങ്ങളും ഒരുക്കി നൽകിയിട്ട് പ്രിയമുള്ളവരെ അതിൽ നിന്നൊക്കെ കൃപ സ്വീകരിച്ച് അനുദിനം ഏറ്റെടുത്ത ജീവിത നിയോഗങ്ങളോട്, ജീവിത അന്തസ്സിനോട്, അതിനോട് ഉത്തരവാദിത്വം പുലർത്തി ഈ ജീവിത വഴികളിൽ ദൈവം പ്രതീക്ഷിക്കുന്ന നന്മയുടെ, സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, കരുതലിൻ്റെ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കൂട്ടാക്കാതെ മുന്നോട്ട് പോയതുകൊണ്ടല്ലേ ദൈവം ആ ശാഖയെ അങ്ങ് മുറിച്ച് കളയുന്നത്. കർത്താവ് പറയുകയാണ്, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ ഞാൻ വെട്ടി നീക്കിക്കളയുന്നു, ഫലം തരുന്നതിനെ കൂടുതൽ കാക്കാനായി വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമുക്ക് തിരിച്ചറിയാം, നമ്മുടെ ജീവിതങ്ങൾ ദൈവസന്നിധിയിൽ ഗൗരവമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഫലം നൽകാനുള്ള ദൈവം നൽകിയിരിക്കുന്ന വിളി അത് അത്യന്തം ഗൗരവതരമാണ്. നമുക്ക് തിരിച്ചറിയാം, നമ്മുടെ ആയുസ്സ് നീട്ടപ്പെടണമെങ്കിൽ, ഈ ഭൂമിയിലെ ജീവിതം നമ്മുടെ ആനന്ദമാകണമെങ്കിൽ തമ്പുരാനോട് ചേർന്ന കൃപകളെ സ്വീകരിച്ച് ഫലങ്ങൾ പുറപ്പെടുവിച്ച് അനുദിനം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ഈ ജീവിതത്തിൻ്റെ നിറവിലേക്കും കൃപയിലേക്കും കടന്നു വരാൻ നമുക്കിടവരിക. കർത്താവെ, വലിയ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വർഷിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ദൈവമേ, മനോഹരമായൊരു ജീവിതം ദാനമായി ഞങ്ങൾക്ക് വച്ച് നീട്ടിയിട്ട് ദൈവമേ ഞങ്ങളോട് ആവശ്യപ്പെടുകയാണല്ലോ, നിങ്ങൾ അനുദിനം എൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തും വിധം ഫലം ചൂടി എന്നെ മഹത്വപ്പെടുത്തുക. അങ്ങനെ എൻ്റെ നന്മയും എൻ്റെ കരുണയും ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ജീവിക്കുന്നവർക്ക് അനുഭവവേദ്യമാകുവാൻ ഇടവരുത്തുക. കർത്താവേ, പലപ്പോഴും ഈ ജീവിത വെളിയോട്, നീ നൽകിയിരിക്കുന്ന ഈ നിയോഗത്തോട് കർത്താവെ വിശ്വസ്തരാകുവാനോ അതിനെക്കുറിച്ച് ഗൗരവപ്പെടുവാനോ ഞങ്ങൾക്കായില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഇത് തിരിച്ചറിഞ്ഞ് നിൻ്റെ സന്നിധിയിൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അനുദപിച്ച് മാപ്പി യോദിക്കുന്നു. കർത്താവെ, വലിയ ബോധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടുവാൻ അവിടുന്ന് ഇടവരുത്തണമേ. കർത്താവായ യേശുവേ, തായ്തണ്ടായ അങ്ങയോട് മുന്തിരിച്ചെടിയിലെ ശാഖകൾ കണക്കെ ഞങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തിലും പ്രാർത്ഥനയിലും കുദാശ സ്വീകരണങ്ങളിലുമെല്ലാം ചേർന്ന് നിന്ന് നിന്നിലൂടെ പിതാവ് വാഗ്ദാനം ചെയ്ത കൃപയെ സ്വീകരിച്ച് കർത്താവായ ദൈവത്തെ, അവിടുത്തെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ഫലം പുറപ്പെടുവിക്കുവാൻ കർത്താവ് ഞങ്ങൾ അവിടുന്ന് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത വഴികളിലെന്നും ഞങ്ങളുടെ ജീവിത നിയോഗത്തെക്കുറിച്ചുള്ള ആഴമേറിയ അവബോധം കൊണ്ട്, ജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട് നീ ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കണമേ. അമ്മ ദൈവമാതാവേ, അമ്മയുടെ ഈ ലോക ജീവിതത്തിൽ അമ്മ എത്രയോ മാത്രം ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി അമ്മ ഈ കാലയളവിൽ ജീവിക്കുന്ന ദൈവമക്കളായ ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ അപ്രകാരം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപയ്ക്കായ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. സകല വിശുദ്ധരെ, നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന് ഫലം ചൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേക മാധ്യസ്ഥം നൽകണമേ. ഞങ്ങളെ കാക്കുന്ന കാവലന്മാരാകമാരെ, ദൂതന്മാരെ, ജീവിത വഴികളിൽ ഞങ്ങളുടെ യാത്രകളിൽ, പരിശ്രമങ്ങളിൽ എപ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണം, പരിപാലനം നിങ്ങൾ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് കടന്നു വരാം. ലോകമെമ്പാടും ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്ന പ്രാർത്ഥനയോടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന ഒരു മനമായ ഒരു ഹൃദയത്തോടെ നമ്മുടെ ജീവിത നിയോഗങ്ങളെ, ആവശ്യങ്ങളെല്ലാം ദൈവമായ കർത്താവിലേക്ക് നമുക്ക് ഉയർത്താം. കത്തോലിക്ക തിരുസഭയെ നയിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച പരിശുദ്ധ ലയോ പാപ്പയോടും കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസികളോടും എല്ലാവരോടും ചേർന്നൊരു മനമായി നമ്മുടെ നിയോഗങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് സ്വർഗത്തിലേക്ക് നമുക്ക് വിശ്വാസപൂർവ്വം ഉയർത്താം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കഷ്ടനഷ്ടങ്ങളിലും ദുഃഖ ദുരിതങ്ങളിലും വേദനകളിലും അതുപോലെ പീഡനങ്ങളിലും മർദ്ദനങ്ങളിലും ആയിരിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ പ്രിയ മക്കളെയും സ്നേഹപൂർവ്വം ഈ ആശീർവാദ വേളയിൽ ഓർത്ത് ദൈവകരങ്ങളിൽ അവരെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്കും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾക്കും യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങളേവരുടെയും വിലയേറിയ പ്രാർത്ഥനകളാണ് ഓരോ പ്രഭാതത്തിലും വലിയ അഭിഷേകമായി, അനുഗ്രഹമായി ഈ ശുശ്രൂഷ കടന്നു ചെല്ലുവാൻ ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്ന് നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും അതുപോലെ നിങ്ങൾ ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനകളിലും നൊവേനകളിലൊക്കെ ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. മരിയ കൂടാരങ്ങൾ പ്രേക്ഷിതമൊക്കെ രാപകൽ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും കരുണയും കരുതലും എല്ലാം നിങ്ങൾക്കായി വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോയുടെ അനുഗ്രഹ നാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.